ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമുകളെ ഭീഷണിപ്പെടുത്തിയാണ് കളിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ നിങ്ങൾ കളിച്ചില്ല, ഇനി ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല. പലതരത്തിലുള്ള ഭീഷണി സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ പ്രയോഗിച്ചിട്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെല്ലാം ഇത്തവണത്തെ ISL കളിക്കാമെന്ന് സമ്മതിച്ചത്. അതിന്റെ ഫോർമാറ്റും വേദിയും ക്രമീകരിക്കുന്നതിലും അടിസ്ഥാന വിഷയം പണം മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. സെൻട്രലൈസ്ഡ് ഫോർമാറ്റിൽ ടൂർണമെന്റ് നടത്തുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കയ്യിൽ നിന്നും ഏകദേശം 38 കോടിയോളം രൂപ ചെലവ് വരുമായിരുന്നു. പക്ഷേ ഇപ്പം ഹോം ആൻഡ് അവേ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് 24 കോടി രൂപയെ ചെലവ് വരുന്നുള്ളൂ എന്നതിന് പുറമെ ക്ലബ്ബുകൾക്കും അത് ലാഭം തന്നെയാണ്. അതായത് സ്പോൺസർഷിപ്പ് റവന്യൂ ക്ലബ്ബുകൾക്ക് കിട്ടും, അതുകൂടാതെ ടിക്കറ്റ് സെയിലൂടെയുള്ള റവന്യൂ ക്ലബ്ബുകൾക്കും കിട്ടും. ബ്ലാസ്റ്റേഴ്സിനെ പോലെയും മോഹൻ ബഗാനെ പോലെയും ഉള്ള ടീമുകൾക്കാണ്, ബംഗളൂരുവിനെ പോലെയുള്ള ടീമുകൾക്കാണ് ഇതിന്റെ ലാഭം ജനറേറ്റഡ് ആവുന്നത്. മറ്റു ടീമുകളെ സംബന്ധിച്ചിടത്തോളം അത് എവേ ആകുമ്പം അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് കോസ്റ്റ് ഒക്കെ കൂടും. മൊത്തം നോക്കുകയാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ടീമിന്റെ ലാഭം നോക്കിയിട്ട് തന്നെയാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വേദിയുടെ തീരുമാനവും മറ്റെല്ലാ തീരുമാനവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കോസ്റ്റ് കട്ടിങ് തന്നെയാണ് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രൂപീകരണത്തിന്റെ അടിസ്ഥാന ശില എന്നുള്ളതാണ് സത്യം. പണം തന്നെയാണ് എല്ലാത്തിൻ്റെയും ആധാരം. ക്ലബ്ബുകൾക്കും പണം വേണം, ഫെഡറേഷനും പണം വേണം, ഈ പറയുന്ന നമുക്കും പണം വേണം. പണമില്ലാതെ ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല.